ഇപ്പോ റിലീജിയൻ പറയാണ് നീ ഇന്ന കാര്യം ചെയ്ത റിലീജിയനിൽ തന്നെ ഈ ക്രിസ്ത്യാനിറ്റിയിൽ പറയാനില്ലേ എബ്രഹാം മോനെ കൊല്ലുന്ന ആ സിറ്റുവേഷനിൽ അവര് അയാളുടെ അവസ്ഥ അയാളുടെ സിറ്റുവേഷൻ ചിന്തിക്കുന്നു. ആ കൊച്ചിന്റെ അവസ്ഥ അല്ല ചിന്തിക്കുന്നത്. ഇന്ന് അങ്ങനെ സംഭവം പോക്സോ അല്ല കൊന്നതിനാൽ ഇതാണ് കൊലപാതകമാണ്. അല്ലാതെ ഒരു കുട്ടി അങ്ങനെ ചെയ്തത് പോക്സോ കേസ് വകുപ്പാണ്. ഇപ്പൊ ക്രിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവമാണ് ഉണ്ടാക്കി പറഞ്ഞാൽ അല്ല ദൈവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ദൈവം എവിടെ നിന്ന് ഉണ്ടാക്കി ചോദിക്കാമല്ലോ. ദൈവമാണ് ഉണ്ടാക്കി ചെയ്യുന്ന അത് ക്രിയേറ്റർ ആണെങ്കിൽ ദൈവം എവിടെ നിന്ന് ഉണ്ടാക്കി ചോദിക്കാമല്ലോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. ദൈവത്തിന് വേറെ ദൈവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതെന്തിനാണ് ബിഗ് ബാങ്കിലും എവല്യൂഷനിലും എല്ലാം നടക്കുന്നത്. ബിഗ് ബാങ്കിൽ ഒരു സ്റ്റോപ്പ് വരികയാണ്. ബിഗ് ബാങ്കിൽ ആ സിംഗുലാരിറ്റിക്ക് മുമ്പ് ഉള്ളത് യൂണിവേഴ്സിന്റെ ഭാഗമാണ് പറഞ്ഞാൽ അത് അവർ ക്ലോസ് ചെയ്ത് അല്ലല്ല ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുമ്പോഴാണ് ആ എങ്ങനെ ബിഗിനിങ് കിട്ടുന്നത് ചോദിക്കാൻ പറ്റാത്ത മീനിംഗ്ലെസ്സേ മാറണം ചോദ്യം. അതിന് മുമ്പുള്ളത് യൂണിവേഴ്സിറ്റി ഭാഗമാണെങ്കിൽ ആ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അവിടെ ആ തീര് പൊളി. ഇതൊരു ക്ലോസ് ലീഗ് ക്ലോസ് പോലെ ഇത് കഴിഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോഴാണ് ചോദിക്കാൻ പറ്റുന്നത്. മീനിംഗ്ലെസ് പറയണം. ഇതിന് മുമ്പുള്ള യൂണിവേഴ്സിറ്റി ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദിക്കാനും പറ്റും. ആ തിയറി പൊളിഞ്ഞു. തിയററ്റിക്കലി റോങ് ആണ്. തിയററ്റിക്കലി ഇപ്പൊ ഒരു തിയറി ഇല്ലേ. എനിക്കും തിയറി ഉണ്ട്, പക്ഷെ പുറത്ത് പറയില്ല. തിയറി ഞാൻ ഉണ്ടാക്കിയുണ്ട്. ആ തിയറിയിൽ ശരിയാവുന്നുണ്ടോ? ആ തിയറിയിൽ എംപിറിക്കൽ എവിഡൻസ് ഇല്ല. കോസ്മോളജിയിൽ സ്പെക്കുലേറ്റീവ് മാത്രമായിട്ട് കാര്യമില്ല, എംപിറിക്കൽ എവിഡൻസ് ആണ്. സയൻസിൽ അങ്ങനെയാണ്. ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യമല്ല, 100 വർഷം കഴിഞ്ഞ് പിന്നെ എംപിറിക്കൽ എവിഡൻസ് വന്നപ്പോൾ അക്സെപ്റ്റ് ചെയ്ത. സോ നിലവിൽ ഒരു തിയറിയും കറക്റ്റ് അല്ല. നിങ്ങൾ സോളിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് മരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മണ്ണിലാണ് കുഴിച്ചിടുന്നതെങ്കിൽ ആ മണ്ണിനടിയിലായി എൻ്റെ ശരീരത്തിൽ പുഴുക്കൾ വരുന്നു, തിന്നുന്നു. ചിലപ്പോൾ എൻ്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പുറത്തൊരു വല്ല മരമോ ചെടിയോ മുളയ്ക്കുന്നു. അതിലൂടെ ഞാൻ വീണ്ടും ജീവിക്കുന്നു. ആത്മാവില്ലെന്ന് പറയണം. ആത്മാവ് എന്താണ്? നിങ്ങൾ വല്ല ആത്മാവിനെ പുതിയ തീരുമാനമുണ്ട്. ബയോസെൻട്രിസം തീരുമാനം അനുസരിച്ച് ഈ എനർജി വേറെലേക്ക് ഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ സയന്റിഫിക്കലി പറയുന്നുണ്ട്. നമ്മള് ഒന്നും ഉണ്ടാക്കാനോ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ലല്ലോ. ഒന്നും വേറെ എന്തായി മാറുക. എന്റെ ശരീരത്തിലെ സാധനം വേറെ എന്തായി മാറുന്നുണ്ടോ? എന്റെ ഉള്ളിൽ പക്ഷെ ക്രിയേഷൻ തിയറിക്കാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന എവല്യൂഷൻ തിയറിയാണ്. അതെ, പക്ഷെ എവല്യൂഷനിൽ ആദ്യം എന്തുണ്ടായി ചോദിച്ചാൽ ഉത്തരവില്ല. നിലവിൽ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. നമ്മൾ ഈ കോഴിമുട്ട പറയുള്ളൂ, കോഴിക്കുഞ്ഞില്ല, അതുപോലെയാണ്. അത് പൊട്ടിക്ക് അത് പൊടിച്ച് പുറത്ത് വരുമ്പോൾ പുറലോകം കാണും. എങ്കിലും മേ ബി എനിക്ക് പല ചോദ്യത്തിനും ആഫ്റ്റർ ഡെത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. നമ്മളിപ്പോൾ അത് കുറച്ച് വർഷങ്ങളായിട്ടുള്ള വന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ അളവ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ ഇതൊക്കെ കണ്ടുപിടിച്ചേക്കാം. നമ്മൾ ഈ ചുരുക്കി ഇവിടെ പല ആൾക്കാരും സയൻസ് വെച്ച് റിലീജിയൻ ഇല്ലെന്ന് ദൈവം ഇല്ലെന്ന് പ്രൂവ് ചെയ്യാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അവിടെയാണ് സയൻസ് ഡോഗ്മാറ്റിക് ആവുന്നത്. ഇതെന്താണെന്നറിയോ? ദൈവം ഇല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യം എനിക്ക് എന്തൊക്കെ ഉണ്ടോന്നൊക്കെ അറിയത്തില്ല. ദൈവം ഉണ്ട് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്, ഇല്ല എന്നുള്ളതല്ല പ്രൂവ് ചെയ്യേണ്ടത്. ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ഒരു ബിലീഫില് ഗോഡ് ആവശ്യമുണ്ട്. കാരണം എന്നാലേ മോർബാലിറ്റി ഉള്ളൂ. പക്ഷെ റിലീജിയൻ ആവശ്യമില്ല. അത് പ്യുവർലി പുരോഹിതന്മാർക്ക് ആശ്രയിക്കാനുള്ള പരിപാടിയാണ്. അവരുണ്ടാക്കിയതാണ്. ഈ പറയുന്ന ജീസസ് ക്രൈസ്റ്റ് പോലും ഇതേ പുരോഹിതന്മാർക്ക് എത്തുന്ന എന്താണ്. പിന്നെ പറയുന്നത് എന്താ, എത്തീസ്റ്റ് ആയാലും തെയ്സ്റ്റ് രണ്ടും ബയസ്ഡാണ്. എക്കണോമിക്സ് ചെറിയ ബിലീഫ് ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. അതാണ് എനിക്ക് കുറച്ചുകൂടെ നിഷ്പക്ഷമായി ഒബ്ജക്റ്റീവായി തോന്നിയത്. റിലീജിയന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ്. അത് വന്നാൽ ദേ വിൽ ഈവൻ കിൽ പീപ്പിൾ. പിന്നെ ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. എല്ലാ റിലീജിയനുള്ള ആൾക്കാർ ജീവിച്ചു പോട്ടെ. ഗവൺമെന്റ് ഇൻവോൾവേണ്ട ആവശ്യമില്ല. അവരവർ വിശ്വാസം വെച്ച് പോട്ടെ. ഈ ശബരിമല ഒന്നും ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇൻവോൾവ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ഇന്ത്യ സെക്യുലർ കൺട്രിയാണ്, അങ്ങനെ പോവുക. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. റിലീജിയന്റെ വേറെ ഗുണം എനിക്ക് തോന്നുന്നത് ഡിസിപ്ലിൻ വരുന്നുണ്ട്. മോർ വാല്യൂസ് ആരും കീപ്പ് ചെയ്യുന്നില്ല, എല്ലാം റിച്വൽസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലി തന്നെ എൻ്റെ റിലേറ്റീവ്സ് എല്ലാം ഭയങ്കര ഗോഡ് ബിലീവേഴ്സ് ആണ്. പക്ഷെ ഒരാൾക്കും ഫോർഗീവ്നെസ് ഒന്നും സംഭവമില്ല. ക്രിസ്ത്യാനിറ്റി ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഫോർഗീവ്നെസ് ആണ്. ക്ഷമിക്കാന്ന് പറയുന്നത് അതാരും കീപ്പ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. എല്ലാം ശത്രുതയും വൈരാഗ്യവും മാത്രം. നീ കഴിക്കുന്നതിന് മുമ്പ് നിന്റെ അയൽവാസി കഴിച്ചിട്ടുണ്ടോ നോക്കണം എന്ന് പറയുന്നല്ലോ. ക്രിസ്ത്യാനിറ്റിയിലും പറയുന്നുണ്ട്, ഇസ്ലാം മതത്തിലും പറയുന്നുണ്ട്. ആരാണ് ഇതൊക്കെ നോക്കുന്നത്? തന്റെ അപ്പുറത്തുള്ള അയൽവാസി തന്റെ ശത്രുവായിട്ടാണ് കാണുന്നത്.
ഒരു അതിര് കിട്ടിയാൽ അല്ല, അങ്ങനത്തെ moral values, അങ്ങനത്തെ എല്ലാ റിലീജിയൻ പറയുന്നത് മോറൽ വാല്യൂസ് നല്ല മോറൽ വാല്യൂസ് അത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറിയെന്ന്. പിന്നെ വേറെ കാര്യം 98% നെഗറ്റീവ് കാര്യം നെഗറ്റീവാണ്. അത്രയും നെഗറ്റീവ് കാര്യം നടക്കുമ്പോൾ ദൈവം ഉണ്ടെങ്കിൽ നന്മയുള്ള ദൈവത്തിന് അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നന്മയുള്ള ദൈവമെങ്കിൽ അക്രമങ്ങൾ നടക്കില്ലല്ലോ. ഈ അക്രമം ദൈവത്തിന് നന്മ തന്നെ അല്ല ദൈവത്തിന് നന്മ. എന്തുകൊണ്ട് ദൈവം തിന്മയുടെ ഭാഗമായിക്കൂടാ? നന്മ തന്നെ വേണമെന്ന കാര്യം ഇതൊരു ഒരു കോയിന്റെ രണ്ട് വശം എന്ന് പറയാറുണ്ട്. ഒരു ഭാഗത്ത് ദൈവം അപ്പുറത്ത് ചെകുത്താൻ എന്നുള്ളതാണ്. ഈ ബൈബിള് പറയുന്ന ശത്രുവിനെ സ്നേഹിക്കാൻ ഈ ദൈവം ഇതുകൊണ്ട് ഇതെന്താ പറയാ പിശാചിനെ സ്നേഹിക്കണില്ല ചോദിക്കാൻ വയ്യേ? സെമറ്റിക് മതങ്ങളിലെ പിശാച് ആദ്യം ദൈവത്തെയായിരുന്നു വർഷിപ്പ് ചെയ്തിരുന്നത്. ദൈവത്തിന്റെ വർഷിപ്പിന് പേരിലാണ് അവർ തെറ്റുന്നതും. വെറും മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ഒരു മനുഷ്യന് മുമ്പിൽ എനിക്ക് സെക്സ്വാലിറ്റിനെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചത് റിലീജിയനാണ്, സെപ്റ്റിക് റിലീജിയൻസ്. ഈ ചെകുത്താനാണ് യഥാർത്ഥ ദൈവവിശ്വാസി. അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യുന്നില്ല, ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യുന്നില്ല. അവൻ ചോദ്യം ചെയ്യാണ്. നീ സൃഷ്ടിച്ച മണ്ണ് കൊണ്ടുള്ള ഒരു മനുഷ്യന് മുമ്പിൽ ഞാൻ സാഷ്ടാംഗം സമർപ്പിക്കില്ല, ഞാൻ നിന്റെ മുമ്പിൽ മാത്രമേ സമർപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് ഈ ചെകുത്താൻ. ലൂസിഫർ അയാളല്ല യഥാർത്ഥ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന ഒരാള്. പക്ഷെ അയാളെയാണ് ദൈവം പുറത്താക്കിയിരിക്കുന്നത്. സോ ഇതൊക്കെ ഒരു സന്ദേശം കൊടുക്കാൻ, ഒരു മോറൽ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കഥകൾ മാത്രമാണ്. ഞാൻ അങ്ങനെയാണ് ഇതൊക്കെ കാണുന്നത്. ഈ റിലീജിയനുള്ള ചില കഥകളൊക്കെ നല്ലതാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പല മോറൽ വാല്യൂസ് അവിടെ ചിന്തിക്കുന്ന പോലെ ഇരിക്കും. നിങ്ങളോട് ഒരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. നമുക്ക് വരുന്നതിനെ ജീവിക്കാൻ പറ്റില്ല, ജീവിച്ചു പോണം. മനസ്സിലായില്ല എന്താ ഈ ഒരു സമൂഹത്തിൽ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ നമുക്ക് എത്തിപ്പിടിക്കാത്ത വലിയ വിഷയത്തിൽ കൈ വെച്ചിട്ട് വെറുതെ കൈ പൊള്ളിക്കണം, അതിന്റെ കാര്യമില്ലല്ലോ. അപ്പൊ ഇത്രയും സമയം എനിക്ക് സന്തോഷമെടുത്ത് സംസാരിച്ചപ്പോൾ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു. റാൻഡം ഓഫ് സബ്ജക്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അതിൽ ചില കാര്യങ്ങളൊക്കെ സന്തോഷം പറയുന്നത് ഈ റിലീജിയൻ ആണെങ്കിലോ, ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വെച്ച് പറയാം, റിലീജിയൻ എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യവിശ്വാസികൾ ചെയ്തോട്ടെ അതേ അഭിപ്രായം തന്നെയാണ് സന്തോഷമുള്ളത്. സയൻസ് എന്ന് പറഞ്ഞാൽ വെറും അളക്കാനുള്ള ഒരു അളവ് പോലും മാത്രമാണ്. നമ്മൾ ഫൈൻഡിങ്സിനെയും സയൻസിന്റെ ഏറ്റവും എംപറിക്കലാണ്. ആ എംപറിസിസം വെച്ച് ട്രാൻസ്ജെൻഡറിലായ ദൈവത്തെ കാര്യം സയന്റിസം ആകുമ്പോഴാണ് കുഴപ്പം വരുന്നത്. സയന്റിസം അങ്ങനെ സയൻസ് ഒരു മതം പോലെ അല്ലെങ്കിൽ കമ്മ്യൂണിസം പോലെ ഡോഗ്മാറ്റിക് ആകുമ്പോഴുള്ള കുഴപ്പത്തെ കുറിച്ചാണ്. അതല്ലാതെ ഇവിടെ നമുക്ക് പോകാൻ പറ്റുമല്ലോ. എത്രയോ നല്ല വിശ്വാസികളുണ്ട്. ഏറ്റവും കൂടുതൽ കലാപവും ഏറ്റവും കൂടുതൽ മരണവും കൊല്ലുന്നവരുണ്ടായ റിലീജിയന്റെ പേരിലാണ്, വർഗീയത ഏറ്റവും കൂടുതൽ നടന്നത് അങ്ങനെയാണ്. നിരീശ്വരവാദികളും കൊന്നിട്ടുണ്ട്. നിരീശ്വരവാദികളും കൊന്നിട്ടുണ്ട്. ഇല്ലേ? എന്തുകൊണ്ട് ഈ മാവോയിസ്റ്റും നക്സലൈറ്റിൽ വരാൻ കാരണം? ഇത് ഇല്ലീഗൽ. പക്ഷെ എന്തുകൊണ്ട് വരാൻ കാരണം ഇവിടെ ജസ്റ്റിസ് കിട്ടാതെ കൊണ്ടാണ് അവർ ഇവിടെ ജസ്റ്റിസ് ഇല്ല. നമ്മുടെ ജുഡീഷ്യറിലോ അവിടെ ജസ്റ്റിസ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ ആ രീതിയിൽ ചെയ്തത്. നമുക്കറിയാലോ ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം, അതുകൊണ്ടാണ് അവരുണ്ടായത്. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. റിലിജിയൻ വേഴ്സസ് സയൻസ് എന്ന് പറയുന്നതിനേക്കാളും സയൻസ് എന്ന് പറഞ്ഞൊരു വേറെ തന്നെ. പിന്നെ ദൈവം ഉണ്ടോ ഇല്ല ചോദ്യം ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. എന്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു ചോദ്യത്തിന് ആവശ്യമില്ല. മെറ്റാഫിസിക്കലാണ്, അത് പ്യൂർലി മെറ്റാഫിസിക്കലാണ്. നടക്കേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഉണ്ടോ ഉണ്ടാവട്ടെ, whatever it is. അതിന്റെ പേരിൽ എന്റെ ദൈവമാണ് ശരി. എല്ലാരും പറയുന്നതല്ലേ, എല്ലാരും പറയുന്നത് അവരുടെ ഗോഡ് കറക്റ്റ് ആണ്, ബാക്കിയെല്ലാം തെറ്റാണ്, ബാക്കിയെല്ലാം സാത്താന്റെ ആൾക്കാരാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം തോന്നുന്നില്ല, ഒരു നെഗറ്റീവ് എനർജി ഉണ്ടോ സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഈ ലോകത്ത് നടക്കുന്ന മിക്ക നെഗറ്റീവ് ആണല്ലോ. നമ്മളാണ് നെഗറ്റീവ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ആംബിയൻസിൽ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഇതുപോലെ. അതിൽ സ്റ്റെയിൻഡ് അഗസ്റ്റിൻ പറഞ്ഞ തിയറി ഉണ്ട്, പ്രോബ്ലം ഓഫ് ഇവിൾ എന്ന് പറയും. അതായത് ഇവിടെ നെഗറ്റീവ് ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്ന നെഗറ്റീവും അതിന് ദൈവം തരുന്ന പണിഷ്മെന്റായി തരുന്ന നെഗറ്റീവുമാണ്, ഈവിളും. അതാണ് ഈ നെഗറ്റീവ് എന്ന് പറയാം. പക്ഷെ അത് ലോജിക്കലായി തോന്നുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഓഫീസിൽ എനിക്കൊരു നിമിഷം നേരം കൊണ്ട് ഇവിടെ നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ വേറെ കാര്യമുണ്ട്, നിങ്ങൾ എത്ര സന്തോഷത്തിൽ 2 പ്രാവശ്യം ഒച്ചത്തിൽ സംസാരിച്ചാൽ മതി, ഇവിടെ നെഗറ്റീവ് ആംബിയൻസ് ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ ചിരിച്ചിരുന്നാലോ ഇവിടെ പോസിറ്റീവ് ആംബിയൻസ് ഉണ്ടാവും. ചില ആൾക്കാർ പറയണം അമ്പലത്തിൽ പോകുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. കാരണം എന്താ?
സൈക്കോളജിക്കലാണ്. അമ്പലത്തിലുള്ള ആൽമരവും അവിടെ ശാന്തതയും അതുകൊണ്ടാണ്. അത് ബീച്ചിൽ പോയാലും കിട്ടും. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതെ. നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വിഷമം വരികയാണെങ്കിൽ നിങ്ങൾ ഒരു കോമഡി സിനിമ കണ്ടുകൊണ്ടോ കണ്ടുപിടിച്ചുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല. കാര്യമില്ല. ലോജിക്കലി ചിന്തിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാം. സൊല്യൂഷൻ ഉണ്ടാക്കണം. ബാക്കി എല്ലാം എസ്കേപ്പിസ്റ്റ് ആണ്. അതെ. ഒരു ടെമ്പററി റിലീഫേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ആ സമയം കൊണ്ട് ഒരു ആശ്വാസം കിട്ടിയേക്കാം. അതേപോലെ ആൾക്കോൾ ഡ്രിങ്ക്സ് അടിക്കുന്നതും ഒരു കോമഡി ഫിലിം കാണുന്നത് അതുപോലെയാണ്. ഡ്രിങ്ക്സ് അടിക്കുന്നത് അതുകൊണ്ട് പ്രോബ്ലം സോൾവ് ആവില്ല. ഈ പ്രശ്നത്തെ കൂടുതൽ പ്രശ്നത്തിലെത്തിക്കുന്ന അത് പ്രോബ്ലം സോൾവ് ആവില്ല. അവിടെ പ്രോബ്ലം കൂടത്തേ ഉള്ളൂ. ഡ്രിങ്ക്സ് അടിച്ചു കഴിഞ്ഞാൽ ഡിപ്രഷൻ വരുന്ന സമയത്ത് അടിക്കാതെ പക്ഷേ കള്ളുകുടിയെന്ന് പറഞ്ഞാൽ ആത്മഹത്യയെക്കാട്ടും നല്ലത് കുടിക്കുന്നതാണ്. കുടിക്കുന്ന ആൾക്കാർ ആത്മഹത്യയില്ല. ശരി, ആ സംഭവം ഇവിടെയുണ്ട്. സന്തോഷം വരുമ്പോഴാണ് മദ്യത്തിന് പ്രസക്തി ഉള്ളത്. ദുഃഖം വരുന്ന സമയത്ത് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ ദുഃഖം കൂടുകയുള്ളൂ. കൂടുതൽ ജനങ്ങൾക്ക് റിലീഫ് കിട്ടുന്നുണ്ട്. കിട്ടുന്ന ഇവന് ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ ഞാൻ പറയട്ടെ, അല്ല കുടിക്കാത്തവരാണ് ആത്മഹത്യ ശ്രമം നടത്തുന്നത്. കുടിക്കുന്നവർ ആത്മഹത്യ നടത്തില്ല. ജീവിതത്തിൽ ഇവന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രതിസന്ധി നിൽക്കുന്ന ഒരാൾ അതാ ഞാൻ പറയുന്നത്. നമുക്ക് അല്ല ആത്മഹത്യ ചെയ്യാതിരിക്കേണ്ടെന്ന് പറഞ്ഞ അല്ല കാര്യം നമ്മൾ ആ സിറ്റുവേഷൻ വരുമ്പോ ഏതൊരു മനുഷ്യൻ ദൈവത്തെ വിളിച്ചിട്ടും പോകും. അവർക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, എനിക്കൊരു എന്താ പറയാ 10-20 പോട്ടെ, ഒരു കോടി രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധി എനിക്കുണ്ട്, എന്നെ കൊണ്ട് പക്ഷെ ഒരിക്കലും സൂയിസൈഡ് സംഭവം എല്ലാവർക്കും പറഞ്ഞ കാര്യമല്ല. ഞാൻ പറ്റും നിങ്ങൾ സൂയിസൈഡ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ഒരു ഫാമിലി കമ്മിറ്റ്മെന്റും ഒരു കമ്മിറ്റ്മെന്റും ഒന്നും ഇല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാം. ഇല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന അയാളുടെ സെൽഫിഷ്നെസ് ആണ്. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത ആരും ഇല്ലെങ്കിൽ, നിങ്ങൾ ഫ്രീ ബേർഡാണ്, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത ആരും ഇല്ലെങ്കിൽ യു ക്യാൻ ഡു സൂയിസൈഡ്. പക്ഷെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരും എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യുന്നത് അയാളുടെ സ്വാർത്ഥതയാണ്. അയാൾ രക്ഷപ്പെട്ടു, അയാളെ കുടുംബം അയാളുടെ സ്വാർത്ഥതയാണ്. അതാ പറഞ്ഞ എവ്രി വൺ ഡസന്റ് ഹാവ് ദി റൈറ്റ് ടു ഡു കമ്മിറ്റ് സൂയിസൈഡ്. റൈറ്റ് ടു ഡൈ എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും പറ്റില്ല, എല്ലാവർക്കും അത് പാടില്ല. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാർ നിങ്ങൾ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന അയാൾ സെൽഫിഷ് ആയതുകൊണ്ടാണ്. ഈ കഫേ കോഫിയുടെ മുതലാളി ആത്മഹത്യ ചെയ്തു, പുഴയിൽ ചാടിയിട്ട്. കാരണം അത്രയും ഗുണമുണ്ടായിരുന്നു. അയാളുടെ ഫാമിലി പോയില്ലേ? അയാളുടെ ഡിപ്പെൻഡ് എത്ര പേരുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാക്കി, മകളെ പ്രോഫിറ്റ് ഉണ്ടാക്കി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രോബ്ലം സോൾവ് ആവും. എന്തുകൊണ്ട് ആ മകൾക്ക് മുമ്പേ വരാൻ പറ്റിയില്ല? ആ മകൾക്ക് മുമ്പേ വരാൻ പറ്റിയില്ല. അയാൾ മരിക്കേണ്ട ആവശ്യമില്ല, മാറി കൊടുത്താൽ മതിയല്ലോ. മരിക്കേണ്ട ആവശ്യം എന്താണ്? അതേ പറ, ഈ സൊല്യൂഷൻ ആ സമയത്ത് കിട്ടുന്നില്ല. ഈ മരിക്കുന്ന ഒരാളെ തടയുന്ന സമയത്ത് അയാൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വേണ്ട, അയാൾ വിട്ടേക്കാം. അതിന് സൂയിസൈഡ് സൊല്യൂഷൻ ആവും. അയാളെ ഇത് രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. അയാൾക്ക് രക്ഷപ്പെടാം, അവരുടെ കുടുംബം അനുഭവിക്കേണ്ടി വരും. ആ കടം വീട്ടാൻ ഈ കുടുംബം ഓടേണ്ടി വരും. ഇപ്പൊ പണ്ടല്ല ഈ തമിഴ്നാട്ടിലല്ല MGR മരിച്ചു കഴിഞ്ഞ കുറെ ആൾക്കാർ ഫാൻസി സൂയിസൈഡ് ചെയ്യും. അവരുടെ ഫാമിലി ചിന്തിക്കുന്നില്ല. അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. വലിയ വലിയ നേതാക്കന്മാർ വന്ന് കുറച്ചുപേരങ്ങ് സൂയിസൈഡ് ചെയ്യും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. നിർത്തുന്നു. ദിസ് മാക്സ് സൈനിങ് ഔട്ട്.